നമ്മൾ എറണാകുളം ബ്രഹ്മപുരത്ത് നമ്മുടെ ഒരു വലിയ തീപിടുത്തം, ദിവസങ്ങളോളം നീണ്ട തീപിടുത്തം നമുക്ക് ഓർമ്മയുണ്ട്. അത് ഭീകരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ മാറ്റി എം പി രാജേഷ് ഇപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കുന്ന വിഷയമൊക്കെ പുറത്തുവിട്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ട്. മാലിന്യങ്ങൾ കൂട്ടിയിട്ട ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തൃക്കാക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ മാലിന്യമല വീണ്ടും അവിടെ രൂപപ്പെടുകയാണ്. നേരത്തെ അവിടെ മൊത്തം ക്ലീൻ ആക്കി അവിടെ എം പി രാജേഷും കൂട്ടുകാരും ക്രിക്കറ്റ് കളിക്കുന്ന വിഷയമൊക്കെ എം പി രാജേഷിന് അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ആവേശം വീണ്ടും വീണ്ടും അത്രത്തോളം ഇല്ലെങ്കിൽ കൂടി വീണ്ടും ഒരു ചെറിയ മലകൾ വീണ്ടും വീണ്ടും ഉണ്ടായി വരികയാണ്. ബ്രഹ്മപുരത്തിന് അതിൽ നിന്ന് ശാപമോക്ഷം ഇല്ലെന്ന് തോന്നുന്നു. ശ്യാംകുമാർ ചെയ്യുന്നു. ശ്യാം, എന്തായാലും അന്നത്തെ തീപിടുത്തത്തിന് അത്രയൊന്നുമില്ല, ഭാഗ്യം അല്ലേ? ഹാഷ്മി, നിലവിൽ തീ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ നേരെ എതിർദിശയിലും തീപിടുത്തം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ഭാഗത്താണ് പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായത്. നേരത്തെ പേടിപ്പിച്ചത്ര വലിയ തീപിടുത്തമല്ല, പക്ഷേ വേനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കൂട്ടിയിട്ട മാലിന്യങ്ങളിൽ തീ പിടിക്കുന്നത് ഒരു പതിവാണ്. കഴിഞ്ഞ വർഷവും 3-4 തവണ അങ്ങനെ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലാണ് ഇന്നും തീപിടുത്തം ഉണ്ടായത്. നിലവിൽ ഇവിടെ 2 ഫയർ യൂണിറ്റുകളുണ്ട്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതിരുന്നതോടെയാണ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർ യൂണിറ്റുകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ തന്നെ 2 ഫയർ യൂണിറ്റുകൾ പൂർണ്ണമായും വെള്ളം ഉപയോഗിച്ച് തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അവർ വെള്ളം തീർന്നതിനെ തുടർന്ന് തിരികെ പോയിട്ടുണ്ട്. കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നിലവിൽ തീ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഭാഗത്തേക്ക് വളരെ വേഗത്തിലല്ല, പക്ഷേ പുകഞ്ഞ് പടരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമം. മറുഭാഗത്തോ അതേപോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് തീ നിയന്ത്രിക്കാനും JCB കൊണ്ട് ആ മാലിന്യം ഇളക്കി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഈ കൂടിക്കിടക്കുന്ന മാലിന്യമല ഇളക്കി അതിൻ്റെ മേളിൽ ഈ വേനൽക്കാലത്ത് വെള്ളം തളിച്ചിടണമെന്നുള്ളതാണ് ഫയർഫോഴ്സ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. അതില്ലാതിരുന്നതാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇപ്പോഴും തീ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളോളം കൊച്ചി നഗരത്തിൽ ഈ വിഷപ്പുക ഒരു കാലം നമുക്കുണ്ട്. കണ്ടിട്ട് നമുക്ക് ഈ മാലിന്യ കുമ്പാരത്തിന് തീ പിടിച്ചെന്ന് പറയുന്നെങ്കിലും തീവ്രമല്ല, അതുകൊണ്ട് വലിയ അപകടം ഉണ്ടാവില്ല. മാത്രം കുറച്ചുകൂടെ ജാഗ്രത ഉണ്ടാകും. പണ്ട് അത്രയും കാലം നമ്മൾ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയ ഒരു ചരിത്രം മുന്നിലുള്ളത് കൊണ്ട്